ലൈൻ പ്രോഗ്രാമിംഗ് ഇൻ മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തുടങ്ങി വെച്ച കൺസോൾ ആപ്ലിക്കേഷൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അതായത് ഒരു സ്റ്റുഡൻറ്റ് റെക്കോർഡ് ആഡ് ചെയ്യുന്നതാണ്. നമ്മൾ കഴിഞ്ഞ തവണ ചെയ്തു വെച്ചത് ഒരു ബേസിക്കായിട്ട് ഇനി എന്തൊക്കെയാണെന്ന് പറയാം. നമ്മൾ ആഡ് ഓപ്പറേഷൻ 1 എന്ന് പറഞ്ഞ നമ്പർ വെച്ചിട്ടാണ് കൊടുത്തത്. ഈ 1 എന്ന നമ്പർ എൻ്റർ ചെയ്യുന്ന സിറ്റുവേഷനിൽ നമുക്ക് സ്റ്റുഡൻറ്റ് റെക്കോർഡ് ആഡ് ആവണം. അപ്പോൾ അവർക്ക് ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ റെക്കോർഡ്സ് ആഡ് ചെയ്യാൻ സാധിക്കണം. അതാണ് വേണ്ടത്. അപ്പോൾ അതിന് ഞാനിവിടെ ഒരു പുതിയ ഫങ്ഷൻ എഴുതുവാണ്. അതിനു മുമ്പ് നമുക്കൊരു വേരിയബിൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതായത് സ്റ്റുഡൻറ്റ് ഡാറ്റ, സ്റ്റുഡൻസിൻ്റെ ഡാറ്റ ഫുൾ സ്റ്റോർ ചെയ്യാനുള്ള വേരിയബിളാണ്. ഈ വേരിയബിൾ എന്ന് പറയുന്നത് ഒരു എംപ്റ്റി ലിസ്റ്റ് ആയിരിക്കും. ഈ ലിസ്റ്റിലേക്കാണ് നമ്മൾ സ്റ്റുഡൻറ്റിൻ്റെ റെക്കോർഡ്സ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ലിസ്റ്റിൽ നമ്മളിതുവരെ പഠിച്ചത് വെച്ചിട്ട് നമുക്കറിയാം, ലിസ്റ്റിൽ മൾട്ടിപ്പിൾ ഡാറ്റ നമുക്ക് ഹോൾഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ അങ്ങനെ നമുക്കിവിടെ ആഡ് ചെയ്യുന്ന ഡാറ്റ എല്ലാം ഈ സ്റ്റുഡൻറ്റ് ഡാറ്റ എന്ന് പറയുന്ന വേരിയബിളിൽ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ഞാനിവിടെ ഒരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതായത് ആഡ് ടു സ്റ്റുഡൻറ്റ് ഡാറ്റ എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഇൻപുട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റുഡൻറ്റ് റെക്കോർഡ്സിൻ്റെ ഇൻപുട്ട്സാണ്. ഒന്നെന്ന് പറയുന്നത് നെയിമാണ്, രണ്ടാമത്തെ നമ്മുടെ റോൾ നമ്പറും, അവസാനത്തെ മാർക്കും ആയിരിക്കും. അപ്പോൾ ഇത് ഇൻപുട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാം, ഒരു ലിസ്റ്റിലേക്ക് നമുക്ക് ഡാറ്റ ആഡ് ചെയ്യുന്നത് നമ്മൾ ലിസ്റ്റിൽ ഒരു ലിസ്റ്റ് ഓഫ് ഡിക്ഷണറി ആയിട്ടായിരിക്കും ഡാറ്റ ആഡ് ചെയ്യുന്നത്. അതായത് ഒരു കീ വാല്യൂ പെയറുള്ള ലിസ്റ്റ് ഓഫ് ഐറ്റംസ്. അപ്പോൾ അത് നമ്മളെങ്ങനെ ആഡ് ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ലിസ്റ്റിൻ്റെ പറ്റി പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു, ഒരു ലിസ്റ്റിലേക്ക് ഡാറ്റ ആഡ് ചെയ്യുന്ന നമ്മൾ അപ്പൻ ഫങ്ഷൻ യൂസ് ചെയ്തിട്ടാണ്. ഈ അപ്പൻ ഫങ്ഷനിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ഡിക്ഷണറി ആയിരിക്കും. ആ ഡിക്ഷണറിയിൽ നമുക്ക് 3 കീസ് ഉണ്ടാവും. ആ കീസ് എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ നെയിമാണ്, ആ നെയിം നമുക്ക് സ്റ്റുഡൻറ്റിൻ്റെ നെയിം ഹോൾഡ് ചെയ്യാൻ. 2 റോൾ നമ്പറാണ്. 3ാമത്തേണ് നമ്മുടെ മാർക്ക് എന്ന് പറയുന്ന കീ. സ്റ്റുഡൻറ്റിൻ്റെ മാർക്കായിരിക്കും നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ആഡ് ടു സ്റ്റുഡൻറ്റ് ഡാറ്റ എന്ന് പറയുന്ന ഫങ്ഷൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ കോഡ്, അതായത് ഈ ഇൻപുട്ട് ആഡ് ചെയ്യുന്ന കോഡും കൂടി നമുക്ക് ഇവിടെ നിന്ന് ഈ ഫങ്ഷനെ വിളിക്കാവുന്നതാണ്. അതായത് ഈ ഇൻപുട്ട്സിൽ 3 വേരിയബിൾസ് നമുക്കിവിടെ കിട്ടുന്നതാണ്. അത് കിട്ടിയതിന് ശേഷം നമുക്ക് നമ്മുടെ ആഡ് ടു സ്റ്റുഡൻറ്റ് ഡാറ്റ എന്ന് പറയുന്ന ഫങ്ഷനിലേക്ക് ഇത് 3 പാസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ഇനി പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ 3 വേരിയബിൾ പ്രിൻ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ സ്റ്റുഡൻറ്റ് ഡാറ്റ എന്ന് പറയുന്ന വേരിയബിളിൽ ഈ ഡാറ്റ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്കിനി ആ ഒരു വേരിയബിൾ അല്ലെങ്കിൽ ആ ഒരു ഡാറ്റ പ്രിൻ്റ് ചെയ്താൽ നമുക്ക് ഇതുവരെ ആഡ് ചെയ്തിരിക്കുന്ന എല്ലാ സ്റ്റുഡൻറ്റിൻ്റെയും ഡാറ്റ കിട്ടുന്നതായിരിക്കും. നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ കഴിഞ്ഞ തവണ വന്നതുപോലെ ഓപ്പറേഷൻ സെലക്ട് ചെയ്യാനുള്ള സ്ക്രീനാണ് വന്നിരിക്കുന്നത്. ഞാനിവിടെ ആഡ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യണം. ഇനി സ്റ്റുഡൻറ്റിൻ്റെ നെയിം ഞാൻ കൊടുക്കുന്നു, ഇവിടെ റോൾ നമ്പർ കൊടുക്കുന്നു, മാർക്കും കൊടുക്കുന്നു. അപ്പോൾ ഒരു റെക്കോർഡ് ഇവിടെ ആഡായി. അതാണ് ഈ പ്രിൻ്റ് സ്റ്റുഡൻറ്റ് ഡാറ്റയിൽ വന്നിരിക്കുന്നതാണത്. ഇനി നമുക്ക് ഒന്നും കൂടി ഡാറ്റ ഒരെണ്ണം കൂടി ആഡ് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ y എന്ന് കൊടുക്കുന്നു, മോർ റെക്കോർഡ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും നമ്മൾ
1 കൊടുത്തിട്ട് അതിനെ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ അടുത്ത സെക്കൻഡ് സ്റ്റുഡൻറ്റിൻ്റെ ഡാറ്റ ആഡ് ചെയ്യുകയാണ് ഈ കാണുന്നത്. ഇപ്പോൾ രണ്ടാമത് നമുക്ക് ഈ പ്രിൻ്റ് ആയിരിക്കുന്നതാണ് കാണുന്നത്. അതായത് സ്റ്റുഡൻറ്റ് ഡാറ്റ നമുക്കൊരു ലിസ്റ്റ് ഓഫ് ഡിക്ഷണറീസ്, അതായത് ഒരു ലിസ്റ്റിലെയും ഓരോ എലമെൻറ്റും ഓരോ ഡിക്ഷണറിയാണ്. ലിസ്റ്റ് ഓഫ് ഡിക്ഷണറി ആയിട്ടാണ് നമുക്കിത് പ്രിൻ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ബേസിക്കലി ഇതാണ് നമ്മളൊരു ആഡ് ഓപ്പറേഷൻ. ഇനി ഇതിൽ നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇത് ഷോ ചെയ്യിക്കാനുള്ള ഒരു മെത്തേഡാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് തൽക്കാലം കമൻറ്റ് ചെയ്യാൻ നമ്മൾ ഇപ്പോൾ ഡാറ്റ ഡിസ്പ്ലേ ആയിരിക്കുന്നത് വെറുതെ ഒരു ലിസ്റ്റായിട്ടാണ്. നമുക്കിത് ഒരു ടാബുലർ ഫോം അല്ലെങ്കിൽ ഒരു ടേബിളിൽ ഡാറ്റ ഡിസ്പ്ലേ ചെയ്യുന്ന രീതിയിൽ നമുക്കിത് ഡിസ്പ്ലേ ആവുന്നതാണ്. അതായത് നമുക്ക് കാണാൻ കുറച്ചും കൂടി റീഡ് ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഷോ മെത്തേഡ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഷോ മെത്തേഡ് നമ്മളിവിടെ കൊടുത്തേക്കുന്ന പോലെ ഷോ മെത്തേഡിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2 എന്ന് പറയുന്ന മെത്തേഡിൽ അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷനിൽ ആയിരിക്കും നമ്മൾ ടാബുലാർ ഫോമിൽ ഡാറ്റ കാണിക്കാനുള്ള കോഡ് എഴുതുന്നത്. നമ്മളിവിടെ എൽസിഫ് അല്ലെങ്കിൽ എൽഇഫ് കൊടുത്തുകൊണ്ട് നമുക്ക് അത് ആഡ് ചെയ്യാവുന്നതാണ്. ഓപ്പറേഷൻ്റെ വാല്യൂ 2 ആയിരിക്കുമ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനുള്ള കോഡ് നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ടാബുലാർ ഫോമിൽ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ആദ്യം മോളിൽ ഈ ഓരോ കീയുടെയും ടൈറ്റിൽ, അതായത് നെയിം, റോൾ നമ്പർ, മാർക്ക്, അങ്ങനെ ടൈറ്റിൽ കൊടുക്കും. അതിനുശേഷം ഓരോ ഡാറ്റയും താഴെ ടേബിൾ ഫോർമാറ്റിലായിരിക്കും നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. നമ്മളിവിടെ ആദ്യം ഒരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. ടാബുലർ ഫോമിൽ ടൈറ്റിൽസ് മാത്രം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇവിടെ ഒരു സീരിയൽ നമ്പർ എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ആഡ് ചെയ്യുന്ന ഓരോ റോയുടെയും കൗണ്ടാണത്. അത് കഴിഞ്ഞ് ഞാനിവിടെ ഒരു /t എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ /n കൊടുത്ത പോലെ തന്നെ മറ്റൊരു എസ്കേപ്പ് ക്യാരക്ടറാണ് /t. അതായത് ഒരു ടാബ് സ്പേസ് ആഡ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് /t കഴിഞ്ഞ് അടുത്ത ടൈറ്റിൽ എന്ന് പറയുന്നത് നമ്മുടെ നെയിമാണ്. നെയിം നമുക്ക് കൊടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത നമ്മുടെ ടൈറ്റിൽ കൊടുക്കാവുന്നതാണ്. അത് ഒരു /t എന്നാണ് കൊടുക്കേണ്ടത്. അത് എന്ന് പറയുന്നത് നമ്മുടെ റോൾ നമ്പറാണ്. അത് കഴിഞ്ഞ് ഫൈനലി നമ്മൾ ഒരു ടാബ് കൂടി കൊടുത്തതിന് ശേഷം മാർക്ക് കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഡിസ്പ്ലേ ആവുന്നത് എന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ ജസ്റ്റ് ഷോ മാത്രം സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വന്നേക്കുന്നത് കാണാം, ഒരു ടാബുലർ സ്പേസിൽ ഇത് വന്നിട്ടുണ്ട്. നോർമലി വരുന്നതിനേക്കാളും ഒരു ടാബ് സ്പേസ്, അല്ലെങ്കിൽ ഒരു ടാബ് എന്ന് പറഞ്ഞാൽ ബൈ ഡിഫോൾട്ട് 4 സ്പേസാണ്. അത്രയും സ്പേസ് കൊടുത്തിട്ടാണ് ഈ ടൈറ്റിൽസ് വന്നിട്ടുള്ളത്. നമുക്ക് ഇനി ഇതിൽ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഡാറ്റേനെ ലൂപ്പ് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഡാറ്റ ഹോൾഡ് ചെയ്തിരിക്കുന്ന വേരിയബിൾ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റുഡൻറ്റ് ഡാറ്റയാണ്. അപ്പോൾ സ്റ്റുഡൻറ്റ് ഡാറ്റയിലേക്ക് ആദ്യമായിട്ട് നമുക്കൊരു ഡാറ്റ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം.
ഇപ്പോൾ ഇത് ഞാൻ കോഡ് എഴുതിയതിന് ശേഷം ഈ ഒരു ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ പ്രിന്റ് സ്റ്റേറ്റ്മെൻറ്റിൽ ആണ് കൊടുക്കുന്നത്. ഇവിടെ ആദ്യം നമ്മൾ എക്സ് ആണ് കൊടുക്കാൻ പോകുന്നത്. എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡെക്സ് അല്ലെങ്കിൽ റോയുടെ നമ്പർ ആകുന്നു. അപ്പോൾ അതിനെ നമ്മൾ ആദ്യം സ്ട്രിങ്ങിലേക്ക് ടൈപ്പ് കാസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുന്നു, കാരണം അതൊരു നമ്പറാണ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഒരു ടാബ് സ്പേസ് ആവശ്യമാണ്. ആ ടാബ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കൊടുത്തതുപോലെ ഒരു /t കൊടുക്കും. അതിനുശേഷം നമുക്ക് കൊടുക്കാവുന്നത് y എന്ന് പറയുന്ന വേരിയബിളിലാണ് നമ്മുടെ ഡിക്ഷണറീസിൻ്റെ കീസ്, അതായത് നെയിം, റോൾ നമ്പർ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അത് നമുക്ക് കൊടുത്തു നോക്കാം. ഫൈനലി നമ്മളിവിടെ മാർക്ക് കൊടുക്കുന്നതാണ്. നമുക്ക് ഇനി ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ഇവിടെ ആദ്യമേ ഒരു ഡാറ്റ ഇങ്ങനെ ഇവിടെ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ റോൾ നമ്പർ നമ്മളിവിടെ കൊടുക്കുന്നു, ടോട്ടൽ മാർക്സും കൊടുക്കുന്നതാണ്. ഇനി നമ്മൾ അടുത്ത ഓപ്പറേഷന് വേണ്ടി എടുക്കുന്നു. ഇനി 2 ആണ് കൊടുക്കുന്നത്, അതായത് നമ്മുടെ ഡിസ്പ്ലേ ഓപ്പറേഷനാണ് സെലക്ട് ചെയ്യുന്നത്. ഇതൊന്ന് സെലക്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് 0 നെയിം രാജേഷ്, റോൾ നമ്പർ 14, പിന്നെ മാർക്കുമാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ സീരിയൽ നമ്പർ അല്ലെങ്കിൽ നമ്മുടെ റോയുടെ നമ്പർ എന്ന് പറയുന്നത് 0 വന്നിരിക്കുന്നതിന് കാരണം നമ്മുടെ ലിസ്റ്റിൻ്റെ ഒക്കെ ഇൻഡെക്സ് 0-ൽ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. നമുക്കത് ഫിക്സ് ചെയ്യാവുന്നതാണ് ഈസി ആയിട്ട്. ഇവിടെ എക്സിന് x+1 എന്ന് പറഞ്ഞ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിവിടെ എന്യൂമറേറ്റ് എന്ന് പറയുന്ന ഫങ്ഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ നോർമലി ഒരു ലിസ്റ്റിനെ ഫോർ ലൂപ്പിൽ കൊടുക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു കീ ആണ് ഇവിടെ കിട്ടുന്നുള്ളൂ. അപ്പോൾ അതിൽ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ വാല്യൂ മാത്രമേ കിട്ടുള്ളൂ. അതിൻ്റെ ഇൻഡെക്സ് അല്ലെങ്കിൽ അഥവാ അതിൻ്റെ പൊസിഷൻ നമുക്ക് കിട്ടില്ല. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എന്യൂമറേറ്റ് എന്ന് പറയുന്ന ഫങ്ഷനിലൂടെ ഈ സ്റ്റുഡൻറ്റ് ഡാറ്റ എന്ന് പറയുന്ന ലിസ്റ്റിനെ പാസ് ചെയ്ത് വിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇൻഡെക്സ് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഒന്നും കൂടി ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ മൾട്ടിപ്പിൾ റെക്കോർഡ്സ് ഒന്ന് ആഡ് ചെയ്യുന്നതാണ്. ഇവിടെ ഒരു റെക്കോർഡും കൂടി ആഡ് ചെയ്ത് നോക്കാം. നമുക്കിനി ഈ ലിസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി ഷോ ഓപ്പറേഷൻ സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്കിവിടെ കറക്റ്റായിട്ട് ഡാറ്റ പ്രിൻ്റ് ആയിട്ടുണ്ട്. അതായത് സീരിയൽ നമ്പർ അഥവാ റോ നമ്പർ നമുക്ക് 1, 2 എന്ന് തന്നെ വന്നിട്ടുണ്ട്. നെയിം, റോൾ നമ്പർ, മാർക്ക്. ഇപ്പോൾ ഈ ഡാറ്റ ഫുൾ ഹോൾഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്റ്റുഡൻറ്റ് ഡാറ്റ എന്ന് പറയുന്ന ഒരു വേരിയബിളിലാണ്. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ചാൽ, ഇവിടെ ഞാനിപ്പോൾ എക്സിറ്റ് അടിക്കുവാണ്. ഇവിടെ എക്സിറ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഡാറ്റ ഫുൾ ഡിസ്ട്രോയ് ആവുന്നതാണ്. കാരണം നമ്മൾ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഡാറ്റ അല്ലെങ്കിൽ നമ്മുടെ വേരിയബിൾസോ ഫുൾ കോഡിൽ ഡാറ്റ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ റാം മെമ്മറിയിലാണ്. അപ്പോൾ അത് കോഡ് നമ്മൾ എക്സിറ്റ് അടിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ മെമ്മറിയിൽ ഉണ്ടാവില്ല, വൈപ്പ് ഔട്ട് ആയി പോകുന്നതാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ടെമ്പററി ഒരു സ്റ്റോറേജ് പോലെയാണ്. നമ്മൾ റിയൽ പ്രൊജക്ട്സിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഡാറ്റ
എന്ന് പറയുന്നത് ഇപ്പോൾ സ്റ്റുഡൻറ്റ് റെക്കോർഡ്സിൻ്റെ ഡാറ്റ ആണെങ്കിൽ നമ്മൾ പെർമനൻ്റ്ലി സ്റ്റോർ ചെയ്യുന്നതാണ്. പെർമനൻ്റ്ലി സ്റ്റോർ ചെയ്യുന്നത് ഒരു ഫയലിലേക്ക് ആയിരിക്കും. ആ ഫയൽ എന്ന് പറയുന്നത് നമ്മുടെ ഡാറ്റാബേസ് ആയിരിക്കുക. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ പെർമനൻ്റ്ലി സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രോഗ്രാം രണ്ടാമത് എക്സിക്യൂട്ട് ചെയ്താലും നമുക്ക് ആ ഡാറ്റ അതുപോലെ തന്നെ കിട്ടുന്നതാണ്. അപ്പം അതാണ് ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു ബേസിക്കലി ഒരു സിമ്പിൾ എക്സാമ്പിളായിട്ട് ഇതിന് പറയുവാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബ്രൗസർ ആക്സസ് ചെയ്യുന്ന സമയത്ത് സിസ്റ്റം പെട്ടെന്ന് ഓഫായി പോയി കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത് സിസ്റ്റം എടുക്കുന്ന സമയത്തൊക്കെയോ നമുക്കത് പിന്നെ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യണം. അതൊരിക്കലും ആദ്യമേ വന്ന് നിൽക്കത്തില്ല. കാരണം അത് സ്റ്റോർ ചെയ്തിരിക്കുന്നത് റാമിലാണ്. അതിൽ റാം ഒരിക്കലും പെർമനൻറ്റ് സ്റ്റോറേജ് അല്ല. പക്ഷേ റാമിൽ നമുക്ക് ഹൈ സ്പീഡിൽ കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കും. പെർമനൻറ്റ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേസിൽ ഹാർഡ് ഡിസ്ക്കാണ്. ഹാർഡ് ഡിസ്കിന് റാമിനെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പെർഫോമൻസ് വളരെ കുറവാണ്. പക്ഷേ കമ്പ്യൂട്ടർ ഒരു ഓഫ് സ്റ്റേജിലേക്ക് പോയിട്ട് രണ്ടാമത് ഓണായി വന്നാലും ആ ഡാറ്റ നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പെർമനൻറ്റ് സ്റ്റോറേജിന് യൂസ് ചെയ്യുന്നത് ഡാറ്റാബേസ് ആണ്. അതിനൊരു എക്സാമ്പിളാണ് MySQL അല്ലെങ്കിൽ PostgreSQL എന്നൊക്കെ പറയുന്ന ഡാറ്റാബേസസ്. നമ്മളിനി അഡ്വാൻസ്ഡ് കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മളതൊക്കെ പഠിക്കുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഓപ്പറേഷൻ 2 അല്ലെങ്കിൽ നമ്മുടെ ഷോ ഓപ്പറേഷൻ വരെ പഠിച്ചു. നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മുടെ നെക്സ്റ്റ് ഡിലീഷൻ ഓപ്പറേഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യം നോക്കാം. ഇതിൻ്റെ കോഡ് ലിങ്കിനകത്ത് കണ്ടൻറ് ലിങ്കിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ടാവും. അത് റെഫർ ചെയ്യുക. നിങ്ങൾ കഴിയുന്നതും ഇത് മാനുവലി ചെയ്ത് തന്നെ നോക്കി പഠിക്കുക. ബാക്കി കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും.